എൻ്റെ പേര് ജെസ്സി. ഞാൻ ഇടുക്കി ജില്ലയിൽ നാരേക്കാനം എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 5/12/2022 ഞാൻ ഫസ്റ്റിലെ ഇവിടെ വരുമ്പോൾ ഒരു ബസ്സിനായിരുന്നു. ഞാൻ അവിടെ വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മേലങ്ങ് കുളിര് കയറുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ദൈവം ഇത് തന്നെ എൻ്റെ മേൽ മൊത്തം തണുത്ത് കയറുവാലോ എന്ന് ഓർത്തു. അത് കഴിഞ്ഞ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ജപമാലയിലേക്ക് നല്ല സുഗന്ധ തൈലം വരും. എൻ്റെ കൈയെല്ലാം മൊത്തം മണം വന്നു. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ വന്ന് സജി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ വന്നല്ലോ, എന്നാൽ അവളോട് ഇതൊന്ന് ചോദിക്കാമെന്ന് ഓർത്തപ്പോൾ അവളെ ഞാൻ കണ്ടില്ല. പെട്ടെന്ന് ആ മണം അങ്ങ് മാറി. അത് കഴിഞ്ഞ് ഞാൻ മുകളിൽ പോയി ഉടമ്പടി എല്ലാം എടുത്ത് താഴെ ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് ഒരു സുഗന്ധ തൈലത്തിൻ്റെ മണം ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇത് എവിടെ വന്ന് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ വല്ല സെൻറ്റ് കുപ്പി മറിഞ്ഞു, ഇതന്നെ ഇതുപോലെ എനിക്ക് മണം വരുന്നത്. അപ്പോഴും എനിക്ക് വിശ്വാസമില്ലേ, അങ്ങനെ അറിയത്തില്ല, ആദ്യമായിട്ട് വന്നതല്ലേ, മാതാവിൻ്റെ ഒരു അനുഭവമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മാതാവിൻ്റെ അനുഭവമായിരുന്നു. അത് എനിക്ക് മാതാവ് എൻ്റെ സാന്നിധ്യം, മാതാവിൻ്റെ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം കിട്ടിയത് ആ സമയത്തിലൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പോയി വീട്ടിൽ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വിജോയാണിത്, എൻ്റെ മകനാണിത്. എൻ്റെ മകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അവൻ്റെ മുഖമെല്ലാം ഇങ്ങനെ തൊലി പോയി, കണ്ണെല്ലാം കുഴിഞ്ഞ പോലെയായി, മുഖം മൊത്തം നീരായി, കാലിലെ പെയിൻറ്റ്, മുട്ടയിലെ പെയിൻറ്റ് കംപ്ലീറ്റ് പോയി. അപ്പോൾ എന്നെ ഇങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് അപ്പം ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, മാതാവ് നേരെയാക്കാൻ വേണ്ടി തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനത് കരുതുന്നതെന്ന് പറഞ്ഞു. ഇവൻ ആശുപത്രി പോയി എല്ലാം വെച്ച് കെട്ടി വന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിറ്റേ ദിവസം അതെല്ലാം അഴിച്ചു മാറ്റി. അപ്പോൾ ഇവൻ പറഞ്ഞു, കണ്ണിക്കൂടെ എല്ലാം വെള്ളം എടുക്കുക മമ്മി, ആശുപത്രി പോകണം. ഞാൻ പറഞ്ഞു, വേണ്ട, ആശുപത്രി പോകണ്ട, എൻ്റെ കയ്യിൽ അതിന് മരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് ഇവൻ്റെ മുഖം ഇവിടെ എല്ലാം തുണി കൊണ്ട് ഒപ്പി മാറ്റിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ തൈലം എടുത്ത് കുരിശ് വരച്ചു. പിറ്റേ ദിവസം എൻ്റെ മകൾ വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മമ്മി ഇന്നലത്തേലും ഒത്തിരി മാറ്റം ഉണ്ടല്ലോ ചേട്ടായിക്ക്. ഞാൻ പറഞ്ഞു, മോനെ മമ്മി ഇത് പരട്ടി കൊടുത്തു. അപ്പോൾ അവളും പറഞ്ഞു, ഇനി ആശുപത്രി പോകേണ്ട കേസൊന്നുമില്ല, ചേട്ടായിക്ക് അത് മാറിക്കോളും, മാതാവ് മാറ്റി തന്നോളും. അപ്പം ഞാനിങ്ങനെ അതിലങ്ങ് വിശ്വസിച്ചു. 2 ദിവസം കൊണ്ട് എൻ്റെ മോൻ്റെ മുഖം ക്ലിയറായി. അന്നത്തെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇത് പേടിയാണ്. അപ്പം ഞാനിവിടെ സാക്ഷ്യം പറയാൻ അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മകനല്ലേ കൂടുതൽ കിട്ടിയ, മകൻ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സാക്ഷ്യം പറയാൻ ഞാൻ താമസിച്ചത്. അങ്ങനെ അതൊരനുഭവം. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അടുത്ത അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി ഭയങ്കര മുറുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ മുറുക്ക് മാറി കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നിയോഗം അതായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഈ മനുഷ്യ മുറുക്കാനായിട്ട് ഇങ്ങനെ കുറേ കൊണ്ട്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സംഭവമാണ് ഈ മുറുക്കൊക്കെ. ഒരു 5-10 വർഷമായിട്ട് മുറുക്കുന്ന ആ വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ എന്നെ ചെയ്തു, ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് വിശ്വാസം പ്രമാണം ചൊല്ലിട്ട് ഞാൻ ആ ചൂണ്ണാമ്പി കൊണ്ടുപോയി പുള്ളിക്കാരൻ അറിയാതെ തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഇനി ഞാൻ മുറുക്കുന്നില്ലെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് സാധനം എടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ ചെറുതോണി പോകുന്നു, ഒരു ഷിമ്മിക്കൂട് നിറച്ച് സാധനം മേടിക്കുന്നു, അതുകൊണ്ടൊന്ന് ഇടുന്നു, അതിങ്ങനെ മുറുക്കുക. എനിക്ക് ഇത്രയും വെറുപ്പ് പറയുന്നില്ല. അപ്പം മാതാവ് എനിക്ക് അത് മാറ്റി തന്നു. അതിലൂടെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മകന് ഒത്തിരി ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം കല്യാണം കഴിച്ച ഒരു കുഞ്ഞുമുണ്ട്, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളായി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ഇവർ തമ്മിൽ ഉടക്ക് വെച്ച് ഇവൻ കൂടി കഴിഞ്ഞ് മദ്യപാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഏതൊരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല, അത് ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. ഞാനും ഒരു പെണ്ണാണ്. ഒരിക്കലും ഞാൻ എൻ്റെ മരുമോളെ കുറ്റം പറയത്തില്ല. കാരണം അവൾക്കും വിഷമമായി. അവൾ അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. എന്നിൽ നിന്ന് എൻ്റെ കുഞ്ഞ് പോയില്ലോ എന്നുള്ളൊരു ഹൃദയം തകർന്ന വേദനയായി പോയി. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ ഒരിക്കലും ഒരു വേർപിരിയാൻ അനുവദിക്കരുത്. ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ് പോകുന്നതല്ലേ. അങ്ങനെ ഇവർ പോയി ഒരു 8 മാസത്തോളം വേറെ മോളുടെ വീട്ടിൽ പോയി നിന്നു. ഒരു ബന്ധങ്ങളില്ല. എൻ്റെ ഫോണ് മോള് ബ്ലോക്ക് ചെയ്തു, അവൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു. ഇവർ തമ്മിൽ ഒരു ബന്ധങ്ങളില്ല. എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ മാതാവിനെ വിളിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോളുടെ ചേച്ചി ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, മമ്മി അച്ചാച്ചനെ ഒന്ന് വിളിക്കണം, എന്നാ മോനെ എന്ന് ചോദിച്ചു. മമ്മി അവർ ഡൈവേഴ്സിന് പേപ്പർ കൊടുക്കാൻ പോകാമെന്നാണ് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. അപ്പോൾ ആ മോള് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ചങ്ക് തറന്നു. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ ഞാൻ എന്നാ ചെയ്യണ്ടേ? ഞാൻ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് ആലോചന ചോദിക്കും, മാതാവിൻ്റെ അടുത്ത് ആലോചന ചോദിക്കും, ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, മോളെ നീ അച്ചാച്ചനെ വിളിക്കണ്ട, നീ നേരെ പൊക്കോളാൻ പറഞ്ഞു. ഇവരുടെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് രാവിലെ. ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഇവൻ രാവിലെ ജോലിക്ക് പോയി, ഇവനോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മല ചൊല്ലി, മാതാവേ എനിക്ക് ആരുമില്ല, നീ എൻ്റെ കൂടെ വരണം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങപ്പോഴും ജീവിത പങ്കാളി പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ട്, എൻ്റെ ജപമാലയുണ്ട്, ഞാൻ പോവുക. ഞാൻ പോയി മുണ്ടക്കയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ഇറങ്ങി. അവിടെ വരെ ഞാൻ ജപമാല ചൊല്ലി പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
കൊച്ചിൻ്റെ വീട്ടിലേക്ക് പോകണ വഴി ഞങ്ങൾ വണ്ടിക്ക് പോയേക്കണുള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല, ഞാൻ ബസ്സിന് പോയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ സിമിയുടെ വീട്ടിലേക്ക് പോകണ വഴി എവിടെ ചെന്നാൽ ബസ് ഇറങ്ങണം, മമ്മി ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ മുണ്ടക്കയത്ത്. മമ്മി എന്തിനാ അവിടെ പോയി? ഞാൻ പറഞ്ഞു ഞാൻ സിമിയുടെ അടുത്ത് പോവാൻ. എന്തിനു പോകണു എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പോവുക. ഞാൻ ബസ്സിൽ കയറി പോയി. ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ കൂടെ വരണം, ഇടപെടണം, ഞാൻ തന്നെയുള്ളൂ, പോവുകയാണ്. കൊച്ചിന് സാധനമൊക്കെ മേടിച്ച് ഒരു ഓട്ടോയും വിളിച്ച് ചെന്ന് ഇറങ്ങിയപ്പം എൻ്റെ മകളും കുഞ്ഞും ഓടി വന്നു. എൻ്റെ കുഞ്ഞു എന്നെ കണ്ടതേ പറഞ്ഞു മമ്മി എന്ന് പറഞ്ഞു. അപ്പം മോളെ ഓടി പെരക്കാത്തുനിന്ന് ഇറങ്ങി വന്നു. അവളെന്നെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ച് പെരക്കാത്തുകൊണ്ട് ഇരുത്തി എനിക്ക് ചായ എടുത്തു തരാമെന്ന് പറഞ്ഞു. ചായ തന്നു. രാത്രി ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ ജിൻസി ചേച്ചി വിളിച്ചു, ഡൈവേഴ്സ് ചെയ്യാൻ പോവുക, അങ്ങനെ പേപ്പർ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മി ഇപ്പോൾ വന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആൾക്കാരുടെ മുമ്പിൽ ഇന്ന് സത്യം ചെയ്തതാണെങ്കിൽ ഈശോ ഇതെല്ലാം മാറ്റിത്തരും നിങ്ങൾക്ക്. നിങ്ങൾ വിഷമിക്കണ്ട. മമ്മി നോയമ്പ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് 50 വയമ്പിൻ്റെ സമയത്താണ്. അപ്പം ഞാൻ പറഞ്ഞു മമ്മി 50 വയമ്പ് എടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരിക്കലും മാതാവ് നമ്മളെ കൈവിടത്തില്ല, നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. ഇല്ല മമ്മി, ചേട്ടായിയോട് വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ ഫോൺ ബ്ലോക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സന്തോഷമായിട്ട് അവിടെ കിടന്നു. എൻ്റെ മോൾ എന്നെ സ്കൂട്ടിയൊക്കെ കയറ്റി ബസ് കയറിന് കൊടുത്ത് കൊണ്ടുവന്നു. എനിക്ക് കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മയും തന്നെ എന്നെ ബസ് കയറ്റി വിട്ടു. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ മോൾ എൻ്റെ ഫോണിൻ്റെ ബ്ലോക്ക് കഴിച്ചു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു വന്നു. മോൻ്റെ ഫോണിൻ്റെ ബ്ലോക്ക് കഴിച്ചു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല. അങ്ങനെ മോള് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവന് ഒത്തിരി കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ ഇവന് ഇങ്ങനെ പോകാനായിട്ട് ആദ്യം ഒരു ദുബായിക്ക് പോകാനായിട്ട് ഒരു 20,000 രൂപ ഞങ്ങൾ അടച്ചിട്ടു. അത് കിട്ടിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, ഇതിലും നല്ലത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന് പറഞ്ഞു. ആ 20,000 രൂപയിൽ 12,000 രൂപ തിരിച്ച് കിട്ടി. 8,000 രൂപ ഇന്നും കിട്ടിയിട്ടില്ല. അത് നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ ജോലി സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഇസ്രായേലിലൊരു ഇങ്ങനെ വർക്കിംഗ് വിസ വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്കിങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ചെയ്താലോ? അപ്പം ഞാൻ ചോദിക്കാം മോനെ 10 രൂപ എടുക്കാനില്ലാത്തോടത്ത് ലക്ഷങ്ങൾ മുടക്കി എങ്ങനെ നീ പോകും? അപ്പം പറഞ്ഞു മമ്മി അത് നമുക്ക് ദൈവം തരുമെന്ന് ഇവൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാ, ദൈവം തരും, നീ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോളാൻ പറഞ്ഞു. വെച്ചു. ഏതാണ്ട് ഒരു 15 ദിവസത്തിൽ കൂടുതൽ വന്നില്ലെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെയായി. ലക്ഷങ്ങൾ മുടക്കേണ്ട വന്നു. ആ ലക്ഷങ്ങൾ 10 രൂപ ഇല്ലാത്ത അമ്മ, എൻ്റെ പരിശുദ്ധ അമ്മ, ഒരു 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ തന്ന് അനുഗ്രഹിച്ച് എൻ്റെ മോൻ ഇസ്രായേലിന് കയറിപ്പോയി. അപ്പം അവിടെ ചെന്നു 1.5 വർഷമായി. അപ്പോൾ അവിടെ ഇവന് ഞാൻ ഉപ്പൊക്കെ കൊടുത്താൽ വിട്ടത്. ഉപ്പ് എൻ്റെ തൈലത്തിൽ കൂട്ടി ശകലം തൈലം എല്ലാം കൊടുത്ത് ഇവിടുന്ന് മേടിച്ച കാശ് രൂപ എല്ലാം കൊടുത്ത വിട്ടെ. ഞാൻ പറഞ്ഞു മോനെ നീ അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ മോള് വന്നു. മോള് വീട്ടിൽ വന്നു. സാധനങ്ങളെല്ലാം ഇവന് മേടിച്ച് കൊടുത്തു. ഇവർ വളരെ സന്തോഷമായി, ഹാപ്പിയായി. എനിക്ക് എങ്ങനെ സന്തോഷം പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ മോളും കുഞ്ഞും വീട്ടിൽ കിടന്നു. ഞങ്ങൾ ഒന്നിച്ച് നെടുമ്പാശ്ശേരി കൊണ്ടുവിടാൻ പോയി. അപ്പോൾ ഇവനെ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, എൻ്റെ മോളും പറഞ്ഞു, അവളും അവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളും പറഞ്ഞു ചേട്ടായി നല്ലപോലെ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അവളും ഒത്തിരി പറഞ്ഞു വിട്ടു. അവളുടെ ചേച്ചി ഇസ്രായേലിലാണ്. ആ മോളും അറിയാവുന്ന പോലെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്നു. ഇവൻ ജോലി സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം യുദ്ധം നടക്കുക. യുദ്ധം നടന്ന സമയത്ത് ഞാൻ എന്നും പറയും മോനെ നീ രാവിലെ പോകുമ്പോൾ ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ശകലം ഉപ്പെടുത്ത് നിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകണം, നീ ജോലി ചെയ്യണ സ്ഥലത്ത് ഇടണം, യുദ്ധം എവിടെ വന്നാലും ഒരു മാറിപ്പോക്കോളും, നിനക്കൊരു പോറൽ പോലും അമ്മ സംരക്ഷിച്ചോളും, അമ്മ കാത്തോളും എന്ന് പറഞ്ഞു. ഇവന് ഉപ്പുമായിട്ട് പോയി. അന്നും ഇവന് ഉപ്പിട്ട് ജോലി തുടങ്ങി. ഉച്ച സമയമായപ്പോഴത്തേക്കും ബോംബ് വീണു. ഇവൻ ജോലി ചെയ്ത് എൻ്റെ ഒരു 50 മീറ്റർ അകലെ ബോംബ് വീഴുവാണ്. ബോംബ് വീണിട്ട് പുക കൊണ്ട് പൊങ്ങി. ഇവൻ ആ വീഡിയോ പിടിച്ചിട്ട് തന്നു. എൻ്റെ ചങ്ക് തകർന്നു. ഞാൻ ആ സമയം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഏലം തെളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇവനെന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി വന്ന് ഫോൺ എടുത്ത് യൂട്യൂബ് തുറന്നിട്ട് ഞാൻ പറഞ്ഞു ഈശോയെ നീ എന്നോട് സംസാരിക്കണേ, എൻ്റെ ചങ്ക് തകരുക. അപ്പോൾ ഒരു അച്ഛൻ പറയുക, വേറെ ഒരു അച്ഛനുമല്ല, മാത്യു വയലാമണ്ണിലെ അച്ഛൻ്റെ ക്ലാസ് അന്നേരം കിട്ടിയത്. അച്ഛൻ പറയുക ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കത്തില്ല, ഒരു സ്കെയിൽ വണ്ണം എന്ന പോലെ അത് മാറിപ്പോകും എന്ന് പറഞ്ഞു. സത്യമല്ലേ? 50 മീറ്റർ അകലം ബോംബ് വീണ് പുക പൊങ്ങി ഇവരെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനൊരു പോറൽ പോലും ഇല്ലാതെ അമ്മ കാത്തു പരിപാലിച്ചു. അവിടെ നിന്നും അവൻ രക്ഷപ്പെട്ടു പോന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഇപ്പോൾ 7 പ്രാവശ്യം ഞാൻ ഉടമ്പടി പതുക്കെ ഞാൻ ഒന്ന് ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ മരണം വരെ എനിക്ക് ബസ്സിൽ കയറി വരാൻ പറ്റുന്ന അത്രയും നാൾ വരെ ഞാൻ ഈ അങ്കണത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് കോടാനുകോടി അനുഗ്രഹം തന്നതാണ് എൻ്റെ അമ്മ. അങ്ങനെ ഇവൻ വന്നു. ഇവന് ജനുവരി 19 ഇവൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഡിസംബർ 25 ഇവന് ക്രിസ്മസ് കൂടാൻ വന്നം. അപ്പോൾ എനിക്ക് ഡിസംബറിൽ വീട്ടിൽ വന്നു പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. ഡിസംബർ 31 ഇവൻ്റെ വിസ തീരുവാണ്. അപ്പോൾ ഇവന് വിസ പുതുക്കി കിട്ടിയിട്ടില്ല.
അപ്പം ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എൻ്റെ മോന് വിസ പുതുക്കി കിട്ടിയിട്ടില്ല, അമ്മയ്ക്കറിയാലോ എല്ലാ കാര്യങ്ങളും, അമ്മ എനിക്ക് വിസ തന്നേ പറ്റുള്ളൂ, എൻ്റെ കുഞ്ഞിന് വിസ കൊടുക്കണം, എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാനുള്ള അമ്മയ്ക്ക് അറിയത്തില്ലേ, നമ്മൾ വർത്താനം പറയുമ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് വർത്താനം പറയും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോയി. ആദ്യത്തെ ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മേനെ കിട്ടി. ഈ പ്രാവശ്യം ഞാൻ ഈ 14-ാം തീയതി മാർച്ച് 14-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി. അന്നേരവും എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മേനെ കിട്ടി. അങ്ങനെ അവൻ്റെ വിസ പുതുക്കി കിട്ടി. അവൻ മിനിഞ്ഞാന്ന് 3 മണിയായപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വന്നു. ഇന്നലെ വരാൻ, പിറ്റേ ദിവസം വരാമെന്നായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ വരാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് സാഹചര്യം കൊണ്ട് ഇന്നാണ് വരാൻ പറ്റിയത്. വെളുപ്പിന് 4 മണിയായപ്പോൾ ഞങ്ങൾ പോകുന്നതാണ് ഇടുക്കിയിൽ നിന്ന്. അങ്ങനെ മാൻ്റെ പിന്നെ അടുത്ത തൈലോ ഉപ്പുമായിട്ട് പോയി അടുത്ത വീട്ടിൽ 8 വർഷത്തോളം മിണ്ടാതെ ഇരുന്ന ഒരു സ്വന്തം അയൽക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഇങ്ങനെ മിണ്ടാതെ ഇപ്പം ഞങ്ങൾക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കത്തിൻ്റെ പ്രശ്നത്തിൽ അമ്മച്ചി ആശുപത്രി കിടന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കളിയോട് പറഞ്ഞു, നമുക്ക് ആശുപത്രിയിലൊന്ന് പോകാം, എന്നാണേലും നമുക്കൊന്ന് കാണാം, നമ്മൾ ഒരു വീട് പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നാലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ അവിടെയും ജപമാല ചൊല്ലി തൈലമൊക്കെ എടുത്ത് അമ്മേനെ കൂട്ടുപിടിച്ചാണ് ഞാൻ പോയത്. ഞാൻ ആശുപത്രിയുടെ അവിടെ ചെന്ന് നിന്നപ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ കയറി. അപ്പോൾ എന്നോട് മിണ്ടില്ലാത്ത മാളും എന്നെ അവിടെ പറഞ്ഞു, ചേച്ചി ഡോക്ടർ ഇറങ്ങി കഴിയുമ്പോൾ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നു. അവൾക്കും ഒരു കുഴപ്പമില്ല, അത് എന്നോട് മിണ്ടി, ഞാനും മിണ്ടി. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ മാതാവിൻ്റെ തൈലം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അമ്മച്ചീനെ ഒന്ന് ഇങ്ങനെ കുരിശ് വരപ്പിച്ചോട്ടെ. അപ്പം എന്നോട് പറഞ്ഞു, അതിനെന്നാ ചേച്ചി ഇവിടെ ഇരുന്നോ, ഞാൻ ആ താഴെ പോയി മരുന്നൊന്ന് മേടിച്ചുകൊണ്ട് വരട്ടെ, ചേച്ചി അത്രയും നേരം അമ്മച്ചീനെ നോക്കിക്കോ, ഗ്ലൂക്കോസ് തീർന്നെങ്കിൽ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞോളാം. അപ്പം ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ, ഈ അമ്മച്ചി ഒന്ന് ഏറ്റു കണക്കണം, കാണാൻ എൻ്റെ കണ്ണിന് നീ ഭാഗ്യം തരണേ എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ മൂക്കിൽ കൂടെ ട്യൂബിട്ടേക്ക് വേണം, മിണ്ടത്തില്ല, തോണക്കുഴിയിൽ ഒരനക്കം മാത്രമേ ഉള്ളൂ. ഞാൻ ആ തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചിയുടെ ചുണ്ട്, ചെവി, ചങ്ക്, കയ്യ് എല്ലാം ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് ആ മകൾ കയറി വന്നു. ഞാൻ പോന്നു. അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ലാതെ പേടിഞ്ഞിട്ട് നടക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ പള്ളി കൊണ്ട് കൊടുക്കുമായിരുന്നു. ആദ്യം പള്ളി കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ എല്ലാവരും പത്രം കൊടുക്കാൻ പോകും. അപ്പം നമ്മളിത് എങ്ങനെയും കൊടുത്ത് തീർത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തുണി മടക്കി കയ്യിലിടും പോലെയാണ് ഈ പേപ്പർ മുഴുവൻ കൊണ്ടുപോയി ഞാൻ കട്ടിലയിൽ ഇട്ടിട്ട് കുരിശ് വരയ്ക്കും. എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. എന്നിട്ട് ഞാൻ പോണ വഴി ജപമാല എത്തിച്ചാണ് ഈ പേപ്പർ ഞാൻ കൊടുക്കുന്നത്. എൻ്റെ കയ്യിലേക്ക് ഈ പേപ്പർ മൊത്തം ഇടും. എനിക്ക് ഒരു നാണമില്ല കൊടുക്കാൻ. കാരണം എൻ്റെ അമ്മ എനിക്ക് അതുപോലെ അനുഗ്രഹം തന്നെ. ഞാൻ ഈ പേപ്പർ ഓരോന്നായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളിത് വായിക്കുമോ, അല്ലെങ്കിൽ പേപ്പർ കിട്ടിയതാണോ? അപ്പോൾ അവർ കിട്ടിയതാണെങ്കിൽ ഞാൻ പറയും, വേണ്ട, ഞാൻ കിട്ടാത്തവർക്ക് കൊടുത്തോളാം, ഇനി മേടിക്കേണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ കൊടുക്കുന്നത് ഓട്ടോറിക്ഷക്കാർക്ക്, ബസ് സ്റ്റാൻഡിൽ, ബസ്സിൽ, അങ്ങനെയൊക്കെ ആശുപത്രിയിൽ, അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കണം. എവിടെ കിട്ടാത്തതാണോ അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കും. അതിന് എൻ്റെ ജീവിത പങ്കാളി എന്നെ ബൈക്കിൽ കൊണ്ടുപോകും, എവിടെ വേണേലും കൊണ്ടുപോയി വിടും. ചിലർ എന്നോട് തട്ടിക്കയറും, ചേച്ചിക്ക് ഒരു പണിയില്ല, രാവിലെ ഇറങ്ങിയേക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് തട്ടിപ്പുമായിട്ട് ഇറങ്ങും. ഞാൻ പറഞ്ഞു, അതിന് കുഴപ്പമില്ല, എന്നെ വേണേലും പറഞ്ഞാൽ എൻ്റെ പരിശുദ്ധ അമ്മേനെ ഒന്നും പറയരുതെന്ന് പറയും. അങ്ങനെ കൊടുക്കും. പിന്നെ അനാഥാലയത്തിൽ പോകും. അനാഥാലയത്തിൽ ഭക്ഷണങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. ഇവിടുന്ന് ഉടമ്പടി എടുത്താൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോകും, ഭക്ഷണം കൊടുക്കും, ബാത്റൂം കഴുകും, അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കും. ഇടയ്ക്കെല്ലാം അങ്ങനെ സന്ദർശനത്തിന് പോകാറുണ്ട്. പിന്നെ ഞങ്ങൾ 2 പ്രാവശ്യം ഞാനിവിടെ ബസ്സിന് വന്നിട്ടുള്ളൂ. 7 പ്രാവശ്യം വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ 3-5 പ്രാവശ്യമായിട്ട് 33 പേരടങ്ങുന്ന ഒരു ടൂറിസ്റ്റ് വണ്ടിയായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങൾ 3 പേരുണ്ട്. ഒന്ന് സജി, ഒന്ന് ലിലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു ചേച്ചി, ഒന്ന് ഞാൻ. ഞങ്ങൾ 3 പേരും ഞങ്ങളെ പറ്റുന്ന പോലെ എല്ലാവരും വിളിക്കും, ഫോൺ വിളിക്കും. പോണ സമയമാകുമ്പോൾ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കും. എല്ലാവരും ഒപ്പിക്കും. 32 പേര്. ഒരു പ്രാവശ്യം 34 പേരായി. 33 പേരുടെ സീറ്റാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് 2 പേർക്കും അങ്ങോട്ടും ഒരു പ്രാവശ്യം ഒരാൾക്ക് നിലത്തിരിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബസ്സിൻ്റെ തറയിൽ ഇരുന്നാണേലും പറഞ്ഞ എല്ലാവരെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോഴും ഞങ്ങൾ ബസ്സിനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി 2 വാക്ക് എൻ്റെ മകൻ പറയും. എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റായ കൂട്ടുബന്ധങ്ങളിൽ എല്ലാം ഞാൻ പങ്കിട്ട് ഒരുപാട് ചീത്ത കൂട്ടുകെട്ടുകളിലും എല്ലായിടത്തും പോയി എൻ്റെ ജീവിത പങ്കാളിയും എല്ലാമായിട്ട് ഒരുപാട് പ്രതിസന്ധിയിലാണ് ഞാൻ കഴിഞ്ഞു വന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. ഈശോയുടെ രാജ്യത്ത് തന്നെയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും കൃപാസന മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് കോടി നന്ദികൾ അറിയിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയും. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. തൻ്റെ മകനുമായി വന്ന് ജെസ്സി ബിനോയി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്തൊക്കെയാണ് തങ്ങൾക്ക് ലഭിച്ച കൃപകൾ. മകൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നു, മകൻ്റെ ജോലി കാര്യങ്ങൾ, അതുപോലെ
തൻ്റെ ഹസ്ബൻഡിനുണ്ടായിരുന്ന ഒരു ദുശ്ശീലം അതെല്ലാം എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറി വീണ്ടും തൻ്റെ മകന് അവിടെ വിസ അതിൻ്റെ കാലാവധി തീരുമ്പോൾ അത് റിന്യൂ ചെയ്ത് കിട്ടുന്നത് കാര്യങ്ങൾ, പിന്നീട് താനും മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ അയൽപക്ക ബന്ധം അതൊക്കെ വിള്ളലുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയാണ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ വഴി തന്നെ അതെല്ലാം മാറുന്നു. അങ്ങനെ ഇന്ന് താൻ ഇവിടെ വരുന്നത് ഒറ്റയ്ക്കല്ല. താൻ ആദ്യം വന്നത് ഒറ്റയ്ക്കാണെങ്കിൽ പിന്നീട് വരുമ്പോഴൊക്കെ എത്ര പേരെയാണ് കൊണ്ടുവരുന്നത്, എത്ര ബസ് നിറയെ ആളുകളെ കൊണ്ടുവരുന്നു. എല്ലാവരെയും കൂട്ടിയിണക്കി തങ്ങൾ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ഉടമ്പടി എടുത്തവർ, അവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഒറ്റയാൾ പോരാട്ടം പോലെ ഈ അമ്മ തൻ്റെ മകൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. ജപമാല ചൊല്ലിക്കൊണ്ട് താൻ നടന്ന വഴികൾ അത് പിന്നീട് കൃപയായിട്ട് മാറുകയാണ്. അങ്ങനെ ആ മകനും പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി ചീത്ത കൂട്ടുകെട്ടിലായിരുന്നു. അതെല്ലാം അമ്മയുടെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ മാതാവ് വഴി തനിക്ക് ഇന്ന് ഒരു നല്ല കുടുംബജീവിതം നയിക്കാനൊക്കെ ദൈവം തന്നെ സഹായിച്ചതിന് നന്ദി പറയുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.